നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് വരികനെ പോലെ ഇങ്ങനെ നടക്കുന്നത്? മണി എത്രയെന്ന് അറിയാവോ? കിടക്കുന്നില്ലേ? നിനക്കൊക്കെ മണിക്കണക്ക് നോക്കി ചാപ്പാടടിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി. ബാക്കിയുള്ളവരോട് ഇരിക്കപ്പുറയില്ലാതെ കിടന്ന് മട്ടം കറങ്ങാ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായിന്നാ? നീ എന്റെ കൂടെ ഇല്ലേ താമസം? ഇനി എന്തുണ്ടാവാൻ? കൈവിട്ടു പോയതൊക്കെ തിരിച്ചുവിട്ടെന്ന് വിചാരിച്ചതാ. നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുക. നാളെ കൂടി കഴിഞ്ഞാൽ 3 നാൾ കല്യാണം. അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെങ്ങാനും അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുത്തെങ്ങനെ നോക്കും? அந்த அச்சது குட்டியை ஏன் இன்னும் இந்த குடி வச்சிட்டு இருக்கீங்க? பெட்டி எடுத்து வெளியில போடான்னு சொல்ல வேண்டியதானே? അവൻ ഇനി എങ്ങനെ പോകും തോന്നുന്നില്ല. നിർബന്ധിച്ചിറക്കി വിട്ടാലേ അവൻ ചെന്ന് നാട്ടാമ്മയോട് പരാതി പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമുക്ക് വേറെ കിട്ടും. அவன் போன மீனாட்சி கழுத்துல உங்க பையன் தாலி கட்டணும். அது உங்களுக்கு பிடிக்காது. அதனால தானே இப்படி சொல்றீங்க. അതേടി, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളെ സ്വത്ത് മോഹിച്ച് എന്റെ മോന്റെ തലയെ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ஆஹா, பாத்தீங்களா? இப்படி நினைச்சிட்டு இருக்கும்போது இந்த வீட்ல எப்படி ஒரு நல்ல காரியம் நடக்கும்? അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെ നിന്റെ ആങ്ങളെ മാരിയപ്പനെ കൊണ്ട് കെട്ടിക്കടി. ஆஹா, ஏன் தம்பி அப்படி மாலை கட்டுறவன் கிடையாது. ആഹാ, അത് ശരി. അപ്പൊ എന്റെ മോൻ എന്താ മാനം കെട്ടവനാണ്? ഒരു ചക്കാളത്തി. നീയാടി ചക്കാളത്തി. ആര് കെട്ടിയില്ലെങ്കിൽ അവളെ ഞാൻ കെട്ടും. മുറപ്രകാരം തായ് മാമനാണ് ഞാൻ. എനിക്ക് അവളെ കെട്ടാ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. പോയി കിടന്ന് ഉറങ്ങലുണ്ട്. എന്റെ ഏകാംബരം നാഥ. എന്റെ ഭഗവാനെ, നീ തരുന്ന എന്ത് പരീക്ഷണങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ മോൻ ശരവണൻ തന്നെ ആയിരിക്കണേ. എന്നോട് വഴക്കടിച്ച് വീട്ടിൽ പോലും കയറാതെ അവൻ കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുകയാണ്. അവനെ നേർവഴിക്ക് കൊണ്ടുവരണേ ആണ്ടവാ. നാട്ടാമ പറഞ്ഞ തീർപ്പനുസരിച്ച് ഇന്ന് രാത്രിയോടെ 7-ാം നാൾ പൂർത്തിയാകും. എനിക്ക് തോന്നുന്നത് നമ്മുടെ പാത്തിമത്തെ പറഞ്ഞതുപോലെ അച്ചോട്ടന്റെ കയ്യിൽ നിന്ന് പുടവ മേടിക്കാൻ പടച്ചോന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ മീനാക്ഷിയുടെ പേരായിരിക്കും. പിന്നെ പടച്ചോനാരാ പോസ്റ്റ്മാൻ വേലായുധനാ കെട്ടിക്കാറായ പെമ്പിള്ളേരുടെയൊക്കെ പേരെഴുതിയ ഡയറിയും കൊണ്ട് നടക്കാൻ? ഇനി ഇങ്ങനെ വാശി പിടിക്കണോ? നിനക്കെന്താടാ ഒരിളക്കം? ആ പാപ്പാത്തിയെ കണ്ടോണ്ട് മനസ്സിൽ എന്തെങ്കിലും വേണ്ടാതീനം കരുതിയിട്ടുണ്ടെങ്കിൽ പാപ്പാത്തിയെ കുറിച്ചൊന്നും പറയരുത്. സത്യം പറഞ്ഞ ഞാനൊന്ന് അഴിക്കാൻ വേണ്ടി അവൾ എത്ര ദിവസമായി പറയുമ്പോ കറുപ്പെടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് അച്ചോട്ടനെ മാത്രം ഓർത്തിട്ടാ ഞാനത് അഴിക്കാതെ കൺട്രോൾ ചെയ്ത് കടിച്ചു പിടിച്ച് നടക്കണത്. എങ്ങനെ കറുപ്പെടുത്ത്? പിന്നല്ലാതെ അത് അഴിച്ചാലല്ലേ അവൾക്ക് നാട്ടാമക്ക് പരാതി കൊടുത്ത് എന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ പറ്റുള്ളൂ. എടാ പോത്തെ, തമിഴിൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ ചാരിത്രം എന്നാണ് അർത്ഥം. ചരിത്രവും കോപ്പൊന്നുമല്ല. എടാ, ഈ പെണ്ണുങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒന്നില്ലേ, അത് അതഴിച്ചു എന്ന് പറഞ്ഞ ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്റെ അമ്മോ, അപ്പൊ അച്ചോട്ട ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് ആ പെണ്ണ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണത്. സത്യത്തിൽ അച്ചോട്ടൻ അത് അഴിച്ചോ? ഒറ്റ തൊഴി വെച്ചെന്നുണ്ടല്ലോ. അല്ല, അന്ന് കട്ടില് വീണപ്പോ അറിയാതെ എങ്ങനെ അഴിഞ്ഞു പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അല്ല, അങ്ങനെ അഴിച്ചിട്ടില്ലെങ്കിൽ അവളെ വെറുതെ വിട്ടാ പറ്റില്ല, പകരം വീട്ടണം. പകരം വീട്ടാനോ? അതെ, അവളുടെ കഴുത്തിൽ താലി കെട്ടി കൂടെ പൊറപ്പിച്ച് പകരം വീട്ടണം. എന്തോ അല്ല, പകരത്തിന് പകരം വീട്ടാനുള്ള വഴി പറഞ്ഞു തന്നതാ. നിന്റെ വഴി ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്ത് തീരുമാനിച്ചു? അവളെ കെട്ടാൻ തീരുമാനിച്ചു. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറ് തന്നെ. എന്നെ കുളിപ്പിച്ച് കിടത്തിയിട്ട് വേണോ എനിക്ക് കുളിച്ച് കയറാൻ? പിന്നെ അല്ലാതെ ഇവിടം വിട്ട് ഓടാമെന്ന് വിചാരിച്ച ഈ കാഞ്ചീപുരം ബോർഡർ കടക്കാൻ നിങ്ങളുടെ നാട്ടാമയും നാട്ടുകാരും സമ്മതിക്കൂ? അപ്പൊ പോകാനൊരു വഴി ഉണ്ടാക്കി തന്നാ നീ പോവൂ? എപ്പ പോയി നീ ചോദിച്ചാ മതി. പക്ഷെ അവിടെ ഉണ്ടൊരു പ്രശ്നം. ഒരു പെണ്ണിന്റെ മാനം കെടുത്തി എന്നുള്ള ചീത്തപ്പേര് മാറ്റാതെ ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയാ നജീബിനോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞു നിൽക്കും? സ്വന്തം അളിയനോട് പറയേണ്ട സമാധാനത്തെ കുറിച്ചാണ് നീ ആലോചിക്കുന്നത്. സ്വന്തം അച്ഛനായിട്ട് എനിക്കിട്ട് വെച്ച പാര കാരണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി വഴിപാടും കഴിച്ചു കിടക്കുന്ന എന്നോട് നീ ഒരു സമാധാനം പറ. എല്ലാം നേരെയാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാ സ്വന്തം അനന്തരവളുടെ വക വേറൊരു പാര. അതിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് നീയും രക്ഷപ്പെട്ട് എന്നെയും രക്ഷപ്പെടുത്തും സമാധാനിച്ചിരിക്കുകയായിരുന്നു. ഇനി നീയും കൂടി പാര വെച്ചാ ഞാനും എന്റെ 2 കുടുംബങ്ങളും പട്ടുസാരി കെട്ടി തൂങ്ങിച്ചാകേണ്ടി വരും. എന്നെ രക്ഷിക്കണം, ഞാൻ കാല് പിടിക്കാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേറെ ഒരു വഴിയില്ല, എന്ത് വേണേലും ഞാൻ തരാം. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്റെ വാശി കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് 100 പുണ്യം കിട്ടും. പക്ഷെ നിങ്ങളുടെ നാട്ടാമയെങ്ങാനും തടയാമെന്നാ? ആരും തടയില്ല. ഇന്ന് പൈങ്കുനി ഉത്തര മഹോത്സവത്തിന്റെ 7-ാം നാളാ. തിരുമൂർത്തി മലക്കോവിലിൽ കാവടി ഉത്സവം. സന്ധ്യയ്ക്ക് നാട്ടാമയും നാട്ടുകാരും എഴുന്നള്ളിപ്പിന്റെ കൂടെ അങ്ങോട്ട് പോകും.
രാത്രി ഈച്ചപൂച്ച അറിയാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. ശരി, അപ്പൊ രാത്രി കാണാം. என்ன மச்சா அவ என்ன சொல்லிட்டு போனது? டேய் மச்சான், நம்ம ரட்சப்பட்டாச்சு. எப்படி? நான் அவசான ஒரு நம்பர் போட்டேன். இன்னைக்கு ராத்திரி அவன் தான் ஊரே விட்டுடுவேன். அவனோட தங்கச்சி மச்சானும் இங்க இருக்கிறதால அவன் திரும்பி வந்தான். வரமாட்டேன். மச்சானும் கீரியும் பாம்பு மாதிரி. இந்த விஷயம் ரகசியமா இருக்கணும், யாருக்கும் தெரியக்கூடாது. உன் தங்கச்சி காமாட்சி கிட்ட கூட சொல்லக்கூடாது. ப்ராமிஸ்? ப்ராமிஸ். முத்துப்பாண்டி, அந்த அச்சுதன்குட்டி இன்னைக்கு ராத்திரி ஊரை விட்டு போக போறான். போனா எந்த காரணத்திலும் அவன் திரும்பி வரக்கூடாது. திரும்பி வர அவ இருக்கக்கூடாது. முத்துப்பாண்டி, கடவுளை பக்கத்துலதான். വേണ്ട അച്ചൂട്ട, ഇറങ്ങണ്ട. വിട്. யாருக்கும் தெரியாம நடு ராத்திரியில தப்பிச்சோட பாக்குறியா? உசிரோட விட மாட்டேன், தெரியுமா? இந்த நாட்டாம யாருன்னு நினைச்சேன்? எனக்கு தெரியாம இந்த ஊரை விட்டு ஒரு பூச்சி கூட நகர முடியாது, தெரியுமா? வெட்டி புதைச்சிருவேன். ஐயோ, அவரை ஒண்ணும் செய்யாதுங்க ஐயா. கல்யாணத்துக்கு அம்மாவையும் தங்கச்சியும் கூட்டுக்கிட்டு வரேன்னு என்னோட சொல்லிட்டு தான் ஊருக்கு புறப்பட்டது. நீ சொல்றது உண்மையா? ஆமாங்க ஐயா, தயவு செஞ்சு அவரை போக அனுமதி கொடுங்க. அப்படின்னா போயிட்டு வாங்க மாப்பிள்ளை. ഏയ്, അത് ശരിയാവാത്. കല്യാണം അടുത്തിരിക്കുന്ന നേരത്ത് കല്യാണ മാപ്പിള ഇത്ര ദൂരം യാത്ര പോകാൻ കൂടാതെ അല്ലേ? അത് നീയാണോ തീരുമാനിക്കുന്നത്? സ്വന്തം മച്ചാനല്ലാതെ പിന്നെ ആരാ തീരുമാനിക്കുന്നത്? ஐயா, கல்யாணம் ஃபிக்ஸ் பண்ணதுக்கு பிறகு மாப்பிள ஒரு தேசம் தாண்டி இனி ஒரு தேசம் போக கூடாதுன்னு நம்ம ஊர்ல சாஸ்திரம் இருக்கு ஐயா. എന്തെങ്കിലും സംഭവിച്ചാ ഈ പെണ്ണിന്റെ ഗതി എന്താവും നാട്ടാമേ? നജീബേ, അച്ഛൻകുട്ടി, അമ്മയും പെങ്ങളെ വിളിക്കാൻ എന്തിനാ അങ്ങോട്ട് വന്നത്? ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ പോലെ. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാൻ അവർക്ക് അറിയത്തില്ല. ഐഡിയ, എന്റെ പണിക്കാർ വരുന്നുണ്ട് നാട്ടാമേ, അവരോടൊപ്പം കയറി വരാൻ ഞാൻ ഫോൺ ചെയ്ത് പറയാം. നിന്റെ പണിക്കാരുടെ കൂടി ഇങ്ങോട്ട് വരുത്തണോ അതോ നേരിട്ട് ചെന്ന് വിളിച്ചോണ്ട് വരണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്മയും പെങ്ങളുവേ എന്റേതാ, നിന്റേതല്ല. உங்க மச்சான் சொல்றது நியாயம்தான். இந்த சமயத்துல நீ போக கூடாது. அம்மாவும் தங்கச்சியும் உங்க மச்சானோட வேலைக்காரங்க கூட வர சொல்லி போன் செஞ்சா போதும். இப்ப திரும்பி போங்க, போய் கல்யாணத்துக்காக வேண்டிய வேலையை பாருங்க. ஏறுங்கடா வண்டியில. നാട്ടാമേ വരുത്തിയത് നീയാണോ? വേണ്ട, ജയിച്ചു എന്ന് കരുതണ്ട, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അച്ചുവേട്ടനോട് ആ പെണ്ണിനുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവൾ ആ സമയത്ത് അങ്ങനെ വന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നാട്ടാമയുടെ ഗുണ്ടകൾ നമ്മളെ വെട്ടിക്കീറുമായിരുന്നില്ലേ? എന്താണ് ആലോചിക്കുന്നത്? അല്ല, മുതലിയാരുടെ ഒത്താശയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും രഹസ്യമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ വിവരം നജീബ് എങ്ങനെ അറിഞ്ഞു? ഞാൻ പാപ്പാത്തിയോട് യാത്ര ചോദിച്ചിരുന്നു. ഒരു അലക്കാൻ വെച്ചേരും. നീ വിചാരിച്ചതുപോലെ എല്ലാം നടന്നില്ലേ? ഇനി ഈ പാതിരേക്ക് എന്തിനുള്ള പുറപ്പാടാ? മാപ്പ് പറയാൻ വന്നതാ.
അറിയാതെയോ ഒരിഷ്ടം തോന്നിപ്പോയി. അതിനു വേണ്ടിട്ട് എന്തൊക്കെ വെട്ടിത്തരങ്ങൾ കുറെ കാട്ടിക്കൂട്ടി. ഞാൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്ന് നാട്ടാമ്മയോട് പറഞ്ഞോളാം. അതിനുള്ള എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങിച്ചോളാം. ഒരപേക്ഷയേ ഉള്ളൂ, ഞാൻ കാരണം ആതിരയോടും നജീബിക്കയോടും പക തോന്നരുത്. ഇനി ശല്യപ്പെടുത്താൻ വരില്ല. രാത്രി മുഴുവൻ തൂക്കം കെട്ടതാ മിച്ചം. எல்லாமே தொலைச்சது அவனோட மச்சான் தான், அந்த நஜீப். அவனுக்கு ஒரு சூடு போடட்டுமா? போடணும்டா. மச்சானுக்கு மச்சான் எதிர்த்தான். அது நமக்கு நல்லதா போச்சு. ஒரே கல்லால 2 மாங்காவை அடிக்கலாம். அடிச்சிடுறேன். ஆனா இதுக்கு பின்னால நான் இருக்கேன்னா வெளியில யாருக்குமே தெரியக்கூடாது. ஓகே ஓகே ஓகே. മീനാക്ഷി സിൽക്ക് ബംഗ്ലാവ്. ഇത് തന്നെ. എന്താ? മലയാളിയാണല്ലേ? മാതാവ് കാത്തു. ഞാൻ പൈലിപ്പിള്ള. ഇതെന്റെ പിള്ളേരാ. എന്താ വേണ്ടേ? ഇവിടെ കൊണ്ടുവന്ന പണിക്കാരെ കാണാൻ വന്നതാ. ഇവിടുത്തെ പണിക്കാർക്കൊക്കെ മീനാക്ഷിയുടെ കല്യാണം പ്രമാണിച്ച് ലീവ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിച്ചത് ഇവിടെ കൊണ്ടുവന്ന നജീബിന്റെ അച്യുതൻകുട്ടിയുടെയും കാര്യം. അവരെയാണോ? നജീബ് ഇവിടുത്തെ പുറയിലെ ഔട്ട് ഹൗസിലാ. അച്യുതൻകുട്ടിയോ? പുള്ളിക്കാരന്റെ അപ്പുറത്തെ മുതലിയാർ ബംഗ്ലാവിലാ. ഞങ്ങൾക്ക് ആദ്യം കാണേണ്ടതാ നജീബിനെയാ. ആളിവിടെ ഇല്ലെന്നാ തോന്നണത്. പറഞ്ഞ അവധി കഴിഞ്ഞ കടം വാങ്ങി 10 ലക്ഷം പലിശ നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തരാന്നല്ലേ പറഞ്ഞത്? അവധി കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ നജീബിനെ കാണുന്നത്? അച്യുതൻകുട്ടിയെ കണ്ടാ പോലെ. അതങ്ങനല്ലടാ. അവധി കഴിയും മുമ്പ് നജീബ് ഇങ്ങ് വിട്ടു പോന്നില്ലേ? അതുകൊണ്ട് അവധി കഴിഞ്ഞു വരും അവനെ കണ്ടു പറഞ്ഞിട്ട് 2-1 അറിഞ്ഞിട്ട് അച്യുതൻകുട്ടിയെ കാണുന്നതല്ലേ മര്യാദ? അതാ നജീബിന്റെ മറ്റവനല്ലേ? നിക്കണവിടെ. എന്താ സിഎംഎ? നാട്ടിൽ നിന്ന് ആ പൈലിപ്പിള്ളയും ഗുണ്ടകളും വന്നിട്ടുണ്ട്. ഈശ്വര, എന്നെ കണ്ടു കാണുമെന്തോ. കണ്ടാലെന്താ? കാശ് കൊടുത്ത് ആരുടെയും കയ്യും കാലും തല്ലി ഒടിക്കുന്ന പാർട്ടികളാ. അതിന് സിഎം എന്തിനാ പേടിക്കുന്നേ? പറഞ്ഞ പോലെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? നീ എന്തിനാടാ ഞങ്ങളെ കണ്ടപ്പോ ഓടി? ഞാൻ നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ എന്നെയാ കണ്ടത്. അതുകൊണ്ടല്ലേ ഓടിയത്. എന്താ പൈലിപ്പിള്ള ചേട്ടാ ഇവിടെ? നജീബിനെ ഒന്ന് കാണാനാ. നജീബ് ഇവിടെ ഇല്ല. കാർപ്പന്റേഴ്സിന് ഏർപ്പാടാക്കാൻ സിറ്റി വരെ പോയിരിക്കും. ഏത് സിറ്റി പോയാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എന്താ കാര്യം? ഞാനും അച്യുതൻകുട്ടിയും തമ്മിൽ ഒരു കരാറുണ്ട്. അത് പ്രകാരം അച്യുതൻകുട്ടി എനിക്ക് കാശ് തരും. ഞാൻ നജീബിന്റെ കണക്ക് തീർക്കും. കാണിക്കല്ലേ? മലയാളം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിവായോ, രക്ഷിക്കണേ. ഞാൻ നിരപരാധിയാണ്. അച്ഛാ വേണ്ട നജീബ്. തിരിയടാ വണ്ടി. പടച്ചോനെ, പൈലിപ്പിള്ള അവിടെ നിൽക്കേ. அந்த பக்கம் பார்க்கலாம். வாங்கடா. എടാ എന്നെ വിട്ട് ഓടിക്കലടാ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. പോയി പിടിടാ മൊട്ടേ. അവിടെ നിൽക്കാൻ. എന്റെ ഉമ്മോ, ഉമ്മാര് പോയില്ലേ? டேய், அவன் ஆளை கூட்டிட்டு வந்திருக்கேன்டா. முதல்ல மற்றவங்களை எல்லாம் அடிச்சு துரத்திடு. அவனை மட்டும் எனக்கு வேணும். അതെ, അവൻ ആളെ കൂട്ടി വന്നിരിക്കുക. എന്നാ തുടങ്ങാം. ചുണയുണ്ടെങ്കിൽ അടിക്കണം. എന്താ എന്താ എന്റെ നജിക്കായ്ക്ക് പറ്റിയത്? തലയ്ക്ക് അടിയേറ്റതിന്റെ ഷോക്കില് ബോധം തെളിഞ്ഞിട്ടില്ല. എവിടെ കിടത്തിരിക്കണം? മേളത്തെ റൂമിലാ. വരൂ. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചതെന്ന് ബോധം തെളിഞ്ഞാലേ അറിയാൻ പറ്റൂ. ആ പൈലിപ്പിള്ള അവിടെ വന്ന് കണക്ക് തീർക്കുന്നു പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന്.
അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അച്യുതൻകുട്ടിയാ. ബാലമാമ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വന്നേ പറ്റൂ. പ്രശ്നമുണ്ട്. നീയും നജീബായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവനോട് ഒരു വൈരാഗ്യവും ഇല്ല. നേരാണോ? അതെ. ഇനി ഒരു കാര്യം ഞാൻ ബാലമാമയോട് തുറന്നു പറയാം. എന്റെ കൂടെ നിന്നപ്പോ അവനുണ്ടായിരുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയും ഉഴപ്പും മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കാണിച്ചതാ ഇതൊക്കെ. ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? സത്യം പറഞ്ഞ ഈ ഇവന്റിന്റെ പകുതി അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചത് ആരെയും അറിയിക്കാതെ അവൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടിക്കോട്ടെ എന്ന് കരുതിയ. പക്ഷെ ഇപ്പൊ കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന മട്ട. അതുകൊണ്ടാ അത്യാവശ്യമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. നീ എന്താ കാര്യം പറ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അമ്മാമ്മ ഇവിടെ വന്നിട്ട് പറയാം. തൽക്കാലം അമ്മയും അശ്വതിയും ഇതൊന്നും അറിയണ്ട. എന്താടാ ആ പൈലിപ്പിള്ള ആൾക്കാരും കൂടി നജീബിനെ തല്ലിന്ന്. പൈലിപ്പിള്ളേ? അയാൾ ഇവിടെ എത്തി. എന്തിനാ അവനെ തല്ലിയത്? അതൊന്നും അറിഞ്ഞൂടാ. നജീബിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. ഈശ്വര, അച്ചോട്ടൻ വിളിച്ചു വെച്ച് തല്ലിച്ചതാണെന്നാ പറയണത്. നീ വണ്ടി